സുഹൃത്തുക്കളെ, കേരളത്തിലെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വേണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ആദ്യമായി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പാണ് പരമപ്രധാനമായി ജനങ്ങൾക്ക് മുമ്പിൽ ഉള്ളത്. അടുത്ത 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യവും ഉണ്ട്. കേരളത്തിൽ ശക്തിയുടെ അളവിൽ പരിശോധിച്ചാൽ 2 മുന്നണികൾക്കാണ് മുൻതൂക്കം ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. ഇതിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണിയും മത്സര രംഗത്ത് ഉണ്ടാകും. പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ മറ്റ് മുന്നണികളെ പിറകോട്ടടിച്ച് മുന്നിലെത്തുവാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിക്ക് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി ഒരു പ്രത്യേക ശൈലിയുണ്ട്. അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരായിരിക്കും കോൺഗ്രസ് ജയിച്ചാൽ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയാവുക എന്നതിൻ്റെ ഒരു കൃത്യമായ വെളിപ്പെടുത്തൽ ആണ്. അന്തരിച്ച K. കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു കൃത്യത വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ചരിത്രമാണുള്ളത്. കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും UDFനെ നയിക്കുകയും അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുക ആരാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് K. കരുണാകരൻ ഒരു തർക്കവുമില്ലാതെ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും അനുഭവങ്ങളും മറ്റൊന്നായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനകത്ത് അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുന്ന അവസരത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും ചേരിപ്പോരുകളും തുടർന്നു വരികയാണ്. കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും എത്ര ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് അധികാരത്തിൽ വന്നാൽ ആരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാവുക എന്ന ഒരൊറ്റ കാര്യമാണ് എന്ന കാര്യം കോൺഗ്രസിന്റെ നേതാക്കന്മാരും UDF നേതാക്കന്മാരും ഇനിയെങ്കിലും തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ആരാണ് എന്നതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്വത്തിലൂടെ കോൺഗ്രസിന്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്നാണ്. ഇതൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാവുന്ന വാക്പ്രയോഗങ്ങളാണ്. നമ്മുടെ മുൻകാല അനുഭവങ്ങളാണ് ജനങ്ങളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോൺഗ്രസിന്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് പ്രവർത്തന ചരിത്രത്തിൽ ഇതല്ലായിരുന്നല്ലോ എന്ന ചോദ്യം പൊതുജനം ഉയർത്തുമ്പോൾ എന്ത് മറുപടിയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുക്കുവാൻ കഴിയുക? പൂർവകാല ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ്, ജനകീയ അംഗീകാരമുള്ള നേതാവ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ താല്പര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തെ നേരിട്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും
അതേ പാതയിലൂടെ ഈ തെരഞ്ഞെടുപ്പിലും മുന്നോട്ടു പോകുവാൻ തീരുമാനമെടുത്തില്ല എങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ആഘാതമെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാകും എന്നത് ഒരു വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള തന്ത്രങ്ങളും അടവുകളും പയറ്റിയാലും ശരി, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ അടുത്ത UDFന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യമാണ് എന്ന കാര്യം നേതാക്കന്മാർ മറക്കാതിരുന്നാൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ ഗുണമുണ്ടാകും.